അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. സൂറത്തുൽ ബഖറയിലെ ഒരു ചെറിയ ആയത്താണ് ഞാനിവിടെ ഓതിപ്പിച്ചത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് പലിശ അത്രയും പലിശയെക്കുറിച്ച് ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാം അതിഗുരുതരമായ അവസ്ഥയാണ് പലിശ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അത് മനസ്സിലായതുമാണ്. പലിശയുടെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലായതാണ്. എങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വരുന്നേരം നമ്മൾ എന്ത് ചെയ്യും? പലിശയെ ബന്ധപ്പെട്ട ബാങ്കിനെ ആശ്രയിക്കേണ്ട ഒരു രീതി നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നും തീർത്തും മുക്തമായിക്കൊണ്ട് അങ്ങനെയല്ലാത്ത പലിശരഹിതമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കണം എന്ന ഉദ്ദേശം തന്നെയാണ് ഈ പലിശരഹിത അയൽക്കൂട്ടായ്മ ഇവിടെ നമ്മളിൽ എത്തിക്കുന്നത്. ആ ഒരു പ്രമേയമാണ് അല്ലേ? പലിശ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മളിൽ ഉണ്ടാക്കണമെന്ന്. ആ സിറ്റുവേഷൻ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചുകൊണ്ട് നമ്മളിവിടെ നടക്കുന്നത് ലീഡേഴ്സ് മീറ്റാണ് അല്ലേ? ലീഡേഴ്സാണ്, ഓരോ അയൽക്കൂട്ടത്തെയും ലീഡേഴ്സാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ലീഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അയൽക്കൂട്ടത്തിലുള്ള മറ്റംഗങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ഗൗരവം എത്തിച്ചു കൊടുക്കുകയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ ഒരു സംവിധാനത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ലീഡേഴ്സ് മീറ്റുകളിലൂടെ വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ അയൽക്കൂട്ടത്തിലൊരു ലീഡറായിരിക്കും. അപ്പം പലരും ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടാവും, ലോണിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ആർക്ക് ലോണ് കിട്ടാത്തത്. പരാതി പറയുന്ന ആൾക്കാരുണ്ടാവും അയൽക്കൂട്ടത്തിൽ. മറ്റുള്ളവർ എനിക്ക് ലോൺ കിട്ടുന്നില്ല, ഞാൻ കുറേ ദിവസമായാലും കൊടുത്തിട്ട് അങ്ങനെയല്ലോ. അപ്പം അതിൻ്റെ ഒരു ശരിയായ രൂപം ഇത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും നമ്മളിൽ 25 പേരുണ്ടായാലും കൂടുതൽ ആൾക്കും ലോൺ എടുക്കാനും അതിനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ എത്രത്തോളം അതിൽ ഡെപ്പോസിറ്റ് കൂട്ടുന്നതനുസരിച്ചിട്ട് നമ്മുടെ അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾക്ക് ലോൺ കിട്ടും. അതുപോലെ തിരിച്ചടവ് കൃത്യമായിട്ട് തിരിച്ചടക്കുകയാണെങ്കിൽ അതും ഒരു പ്രയാസമില്ലാതെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ. പിന്നെ ചിലർക്കെങ്കിലും അത് മനസ്സിലാകാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടുന്ന് കിട്ടുന്ന മനസ്സിലാകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ കൂടുതലുണ്ട്. ഇവിടുത്തെ നമ്മുടെ ചാനലുകളിലും ലിങ്കിലും കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് തീർത്തും മനസ്സിലാക്കുന്ന ഒരു രീതി നമ്മുടെ വെബ്സൈറ്റിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ 4 കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരു അതിഥിയുടെയും കാല് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ട്. സ്വർഗ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ ആൾക്കാരും ഇവിടെ ജീവിക്കുന്നത്. ഏത് വിശ്വാസിയായാലും നമ്മളിവിടെ നന്മ വളർത്തണം, നന്മ ഉണ്ടാകണം, നമുക്ക് അവസാന സ്വർഗം കിട്ടണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ 4 കാര്യങ്ങൾ ചോദിക്കപ്പെടാതെ ഒരാളും പോകാൻ പറ്റില്ല എന്ന് റസൂലിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. ഹദീസിൽ പറയുന്നത് നമ്മുടെ ആയുസ്, ആരോഗ്യം, വിജ്ഞാനം, അതേപോലെ സമ്പത്ത്, ഈ 4 കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ചെലവഴിച്ചും ചോദിക്കപ്പെടാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ആരോഗ്യം. നിന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ വിജ്ഞാനം, അറിവ്, നമുക്കുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും. ഇപ്പോൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ പലരും നമ്മളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരൊരു മൂല്യമുള്ള നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ അവരെ കൊണ്ട് വലിയ ഒരു ഇത് സമൂഹത്തിനുണ്ടാവില്ല. പണത്തിന് മാത്രം വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന നല്ല മൂല്യങ്ങൾ നന്മയായിട്ട് നമ്മളിൽ നിന്ന് പുറത്തു വരണം. അങ്ങനെയാണെങ്കിൽ അത് നമ്മളെ കൊണ്ടൊരു സമൂഹത്തിനൊരു ഉപകാരപ്പെടണം എന്ന രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മുടെ വിജ്ഞാനം നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ സമ്പത്തിൻ്റെ 2 ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെ നീ ചെലവഴിച്ചു, എങ്ങനെ നീ സമ്പാദിച്ചു എന്ന് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. സമ്പത്തിന് 2 ചോദ്യമാണ്. അപ്പോൾ ചെലവഴിക്കുന്നതും ആ നല്ല രീതിയിലായിരിക്കണം. അത്
സമ്പാദിക്കുന്നതും നല്ല രീതിയിലായിരിക്കണം. ആ പലിശ കൊണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു വിഭാഗം മാത്രം നല്ല ഇതിലെത്തുകയും മറ്റൊരു വിഭാഗം പലിശ കൊടുക്കുന്നവർ അധപ്പതനത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ആ സംവിധാനം തീർത്തും ഇല്ലായ്മ ചെയ്യണം. ആ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംവിധാനത്തെ, ഈ പലിശരഹിത അയൽക്കൂട്ടായ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ഉന്നതിയിൽ എത്തിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം? നമ്മളെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അന്തരീക്ഷത്തെ, പലിശയില്ലാത്ത പലിശമുക്തമായ ഒരു അന്തരീക്ഷത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ജമാഅത്ത് ഇസ്ലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം മുറുകെ പിടിച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ജനസേവന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജനസേവനം ദൈവാരാധന എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഈ എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത് ഈ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ്റെ നാമത്തിൽ ഈ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുന്നു. ഇനിയും ഈ ലീഡേഴ്സും നമ്മളും എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ സംവിധാനത്തെ ഒരു ഉയർച്ചയിൽ എത്തിക്കുകയും ചെയ്യണമെന്നും അതിനുള്ള എല്ലാവിധ അള്ളാഹു നമുക്ക് എല്ലാവിധ ആരോഗ്യവും അതുപോലെ അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി ഇതിൽ പൂർണ്ണാർത്ഥത്തിൽ ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.